ജയ് ഭാരത്. ഇന്ത്യയിലൂടെ ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന വലിയൊരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. 17 ലക്ഷത്തോളം ജനങ്ങളാണ് അവിടെയുള്ളത്. കേരളത്തേക്കാൾ 3 ഇരട്ടി വലിപ്പമുള്ള വളരെയധികം മലകളാൽ ചുറ്റപ്പെട്ട ഒരു സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ആദ്യം സൂര്യപ്രകാശം വന്നു തട്ടുന്നത് ഈ സംസ്ഥാനത്താണ്. ഈ സംസ്ഥാനത്തിലൂടെയാണ് ബ്രഹ്മപുത്ര നദി അല്ലെങ്കിൽ സിയാങ് റിവർ എന്ന് അവർ വിളിക്കുന്ന നദി ഒഴുകുന്നത്. ഇവർ ധോണി പോളോ ആരാധകരാണ്. സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരാണ്. ഇപ്പോൾ വളരെയധികം ആളുകൾ ക്രൈസ്തവ സഭകളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആ പ്രദേശത്തുള്ള വലിയ പർവ്വതനിരകൾ മലകളിലൂടെ കടന്നു പോവുകയാണ്. അവിടെ കാണുന്ന വാഴ ഒരു 3-4 ആൾ ഉയരമുള്ളതാണ്. അവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. കലർപ്പില്ലാത്ത അന്തരീക്ഷത്തിൽ നീലമേഘങ്ങൾ തുടികൊട്ടി നിൽക്കുന്നത് അവിടുത്തെ വലിയ ഒരു കാഴ്ചയാണ്. നീലമേഘങ്ങളും സമൃദ്ധമായ പച്ചപ്പും ചേർന്ന് അവിടെ ഒരു താളലയം സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ ഒഴുകുന്ന സിയാങ് റിവറും ഈ മലയും ഈ ആകാശവും വിരിക്കുന്ന പുത്തൻ കാഴ്ചകളും അനുഭവങ്ങളും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മിറ്റുങ് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ്. മിറ്റുങ് എന്ന് പറയുന്ന സ്ഥലത്ത് സെയിൻറ്റ് ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഒരു ദേവാലയമുണ്ട്. ധാരാളം ആളുകൾ അവിടെ വരാറുണ്ട്. ഈ മലകളുടെയൊക്കെ മുകളിൽ കാണുന്നത് തണുത്ത് ഉറഞ്ഞു കിടക്കുന്ന മേഘപാളികളാണ്. മാത്രമല്ല ഐസാണ്, ഹിമം മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മിറ്റുങ് എന്ന് പറയുന്ന ആ സ്ഥലത്തെ ചെറിയ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മലകളെല്ലാം ഇതുപോലെ വെള്ളമേഘങ്ങൾ മൂടിക്കിടക്കും. ഇവിടെയുള്ള എല്ലാവരും നല്ല ആരോഗ്യമുള്ളവരാണ്. ഒരുപക്ഷെ ഒരു കാലത്ത് ഇവരെ ഇസ്രായേലിൽ നിന്നും നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് അവിടെ നിന്നും പല വഴികളിലൂടെ എത്തിച്ചേർന്നവരായിരിക്കണം. ഈ വിവരണം നൽകുന്നത് സണ്ണി പുൽപ്പറമ്പിലാണ്. അദ്ദേഹമാണ് ക്യാമറ ചെയ്തത്.